കരിന്തേളിനെ വരെ ഇട്ടിട്ടുള്ള മരുന്നുകൾ ഇവരുണ്ടാക്കുന്നുണ്ട്. ചൈനയിലെ ഒരു കാർഷിക മേള അറ്റൻഡ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അവിടുത്തെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാവേ. ഹലോ, ഇന്നത്തെ കാർഷിക മേളയിൽ ഞാൻ കണ്ട കുറച്ച് കാഴ്ചകളാണ് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഇത് നോക്കിക്കേ, കരിന്തേളാണിത്. ഇതൊക്കെ ഇട്ടിട്ട് ഇവിടെ ഒരു ചൈനീസ് ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മെഡിസിൻ ഉണ്ടാക്കി അതാ ഇവിടെ കുറേ വയസ്സായ ആൾക്കാർ കൂടിയിരിപ്പുണ്ട്. അവർക്കൊക്കെ ഈ മരുന്ന് അവിടെ സാമ്പിൾ വെച്ചിട്ടുണ്ട്. അവരുടെ അടുത്ത് തേച്ച് നോക്കിയിട്ട് അവിടെ ഇരുന്ന് റെസ്റ്റ് എടുത്തോളൂ, വേദന പോയി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മേടിച്ചാൽ മതിയെന്നാണ് ഇയാൾ പറയുന്നത്. ഒത്തിരി വയസ്സായ അപ്പച്ചന്മാരും അമ്മച്ചിമാരൊക്കെ അവിടെ ഇരുന്നുകൊണ്ട് മരുന്ന് തേച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ മരുന്നിനകത്ത് കരിന്തേളുണ്ടായിരുന്നു, കുഞ്ഞു ഉറുമ്പ്, അതുപോലെ തന്നെ വണ്ട് പോലത്തെ സാധനം. ഇതിൻ്റെ ഒന്നും പലതിൻ്റെ എനിക്ക് പേര് പോലും അറിയത്തില്ല. ഇത് നോക്കിക്കേ, ഇതൊക്കെ നമ്മുടെ നാട്ടിലൂടെ പറന്നൊക്കെ നടക്കുന്ന ഒരുതരം സാധനങ്ങളൊക്കെ. ഈ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് ഇവർ ഈ മരുന്നുണ്ടാക്കിയത്. അങ്ങനെ അപ്പാപ്പന്മാരൊക്കെ അവിടെ നോക്കിക്കേ, അവിടെ മരുന്ന് തേച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് എനിക്ക് കാണാൻ പറ്റിയത്. അങ്ങനെ കുറേ പേരൊക്കെ മേടിച്ചുകൊണ്ടൊക്കെ പോകുന്നുണ്ടായിരുന്നു കേട്ടോ. ഒരു 600 രൂപയൊക്കെയാണ് ഈ മരുന്നുകളുടെയൊക്കെ വില 1/2 ലിറ്ററിന്. ഇനി നമ്മുടെ നാട്ടിൽ ആർക്കെങ്കിലും ഇങ്ങനത്തെ മരുന്ന് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ നാട്ടിലോട്ട് വരുമ്പം കൊണ്ടുതരാം കേട്ടോ. അങ്ങനെ നോക്കിക്കേ, കരിന്തേൾ നോക്കിക്കേ. ചൈനയിലെ ഇങ്ങനെ സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാരെ ഗവൺമെൻറ് ഒരുപാട് സപ്പോർട്ട് ചെയ്യാറുണ്ട്. എല്ലാ വർഷവും ഇതുപോലെയുള്ള മേളകൾ ഞങ്ങൾ താമസിക്കുന്ന ഈ സ്ഥലത്തൊക്കെ നടത്താറുണ്ട്. ഞാൻ ഇതിനു മുന്നേയും നിങ്ങൾക്ക് ഇതുപോലെയുള്ള ഐറ്റംസിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ ഇട്ട് തന്നിട്ടുണ്ട്. ഈ കാണുന്നത് ഇറച്ചി ഉണക്കിയതാണ് കേട്ടോ, ബീഫ് ഉണക്കിയതാണ്. നമ്മുടെ വറ്റൽമുളകൊക്കെ ഇട്ടിട്ട് നമ്മുടെ നാട്ടിലെ ഇറച്ചി ഉണക്കിയതുപോലെ തന്നെയാണ്. നല്ല കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾ ഇതുവരെ മേടിച്ച് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഇതൊക്കെ ചൈനയിലെ ഒരുപാട് തരത്തിലുള്ള അച്ചാറുകളാണ്. മുളക് അരച്ചതുപോലെയും അങ്ങനെ ഒരുപാട് വ്യത്യസ്ത തരത്തിലുള്ള അച്ചാറുകളാണ് ഈ ഇട്ട് വെച്ചിരിക്കുന്നത്. ഇതൊക്കെ ആവശ്യക്കാർക്ക് അത് സാമ്പിൾ നോക്കിയതിന് ശേഷം എടുക്കാൻ പറ്റും. നിങ്ങൾ നോക്കിക്കേ, ഈ ഒരു സ്ട്രീറ്റിൽ പോലും സദാസമയവും ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് കാണാൻ പറ്റുന്നത്. എല്ലാ സ്ഥലങ്ങളും ഇവർ വൃത്തിയാക്കി ഇടും എന്നുള്ളതൊരു പ്രത്യേകതയാണ്. അതുപോലെ ഇത് കപ്പ ചിപ്സ്, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചിപ്സുകൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇവർക്കെല്ലാം ടേസ്റ്റ് നോക്കിയതിന് ശേഷം ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം മേടിച്ചാൽ മതി. ഇത് തേനാണ്. അതുകൂടാതെ ഇവിടെ വ്യത്യസ്ത തരത്തിലുള്ള മുട്ടകളും, ചൈനയിൽ ഒരുപാട് തരത്തിലുള്ള മുട്ടകളുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ ഒരു നാടൻ കോഴിയുടെ മുട്ട, അല്ലാണ്ട് ഒരു ലഗോൺ കോഴിയുടെ മുട്ട, അങ്ങനെയൊക്കെയല്ലേ ഉള്ളൂ. ഇവിടെ ഒരുപാട് തരത്തിലുള്ള മുട്ടയുണ്ട്. ഇത് ഡക്കാണ്. അതുപോലെ പന്നി മാംസവും അവരിതുപോലെ ഉണങ്ങി സൂക്ഷിക്കാറുണ്ട്. പന്നിയുടെ കാല്, പന്നിയുടെ അല്ലാത്ത സ്ഥലങ്ങളൊക്കെ ഇതുപോലെ ഉണക്കി, ഇത് കണ്ടില്ലേ ഇതെല്ലാം. അതുപോലെ തന്നെ താറാവ് ഉണക്കിയത്, ഈ സോയാ സോസിൽ മുക്കിയിട്ട് താറാവുകളെയൊക്കെ ഉണക്കി വെക്കുന്നത് ഇവിടുത്തെ ഒരു സ്ഥിരം കാഴ്ചയാണ്. അതുപോലെ തന്നെ മീനുണ്ട്. വലിയൊരു സ്ട്രീറ്റാണ് കേട്ടോ. മീനുണ്ട്, സോസേജ് ഉണ്ട്. ഇതൊക്കെ അവരുടെ ഹോം മെയ്ഡായിട്ട് അവർ ചെയ്ത് ആ ഉൽപ്പന്നങ്ങൾ ഇതുപോലെ കൊണ്ടുവന്ന് വെച്ച് വിൽക്കുന്ന ഒരു കാഴ്ചയാണ്. അതുകൊണ്ട് വലിയൊരു മീനാണെന്ന് നോക്കിക്കേ. നമ്മുടെ നാട്ടിലേതുപോലെ തന്നെ ഇവിടെ ഒരുപാട് തരത്തിലുള്ള ഉണക്കമീനുണ്ട്. പക്ഷെ ഇവിടുത്തെ ഉണക്കമീനൊന്നും ഉപ്പൊന്നും ഇടാതെയാണ് ഇവർ ഉണക്കുന്നത്. അധികം ഉപ്പൊന്നും ഉണ്ടാവാറില്ല. പിന്നെ ഇത് ചൈനീസ് ടീ ആണ് കേട്ടോ. ഇത് ഒരു ചൈനീസ് ടീ നിങ്ങൾക്കറിയാലോ, ഒരുപാട് നല്ലതാണ്. ചൈനക്കാരെ ഏത് സമയവും ഇങ്ങനെ നമ്മുടെ ഒരു ഫ്ലാസ്ക് പോലെ കയ്യിൽ എപ്പോഴും ഒരു ഫ്ലാസ്ക് ഉണ്ടാവും. എന്നിട്ട് അതിനകത്ത് ഈ ചൂടുവെള്ളത്തിനകത്ത് ഇത് ജസ്റ്റ് ഇടുക മാത്രമേ ഉള്ളൂ, ചായപ്പൊടി മാത്രം ഇങ്ങനെ ഇടുക മാത്രമേ ഉള്ളൂ. എന്നിട്ട് അവരെപ്പോഴും ഇങ്ങനെ ഈ ചൂടുവെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കും. പഞ്ചസാര ഇവരൊന്നും അങ്ങനെ ഉപയോഗിക്കില്ലല്ലോ, അത് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. അങ്ങനെ ഇവിടെ വേറെ കുറേ മിഠായികൾ വെച്ചിട്ടുണ്ട്. കുറേ ഉണ്ട്. നമ്മൾക്ക് വേണ്ടുന്നതൊക്കെ സാമ്പിൾ നോക്കിയതിന് ശേഷം നമുക്ക് മേടിച്ചാൽ മതി. ഇതൊക്കെയാണ് കേട്ടോ സാധനങ്ങൾ, ഇതുണ്ടല്ലേ. അതുപോലെ തന്നെ കിവി ഫ്രൂട്ട് ഉണക്കിയതും, പിന്നെ അതുപോലെ വ്യത്യസ്ത തരങ്ങളായിട്ടുള്ള ഒരുപാട് ഫ്രൂട്ട്സ് ഉണക്കിയതും. ഈ ഫ്രൂട്ട്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കാക്കി ഫ്രൂട്ട്സ് എന്നൊക്കെയാണ് ഇതിന് പറയുക. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇത് ലഭ്യമാണെന്ന് തോന്നുന്നു.
അങ്ങനെ ഒരുപാട് ഫ്രൂട്ട്സ് ഉണക്കിയതൊക്കെ, കിവി ഉണക്കിയത്, അതൊക്കെ ആ ചേട്ടൻ പറയാ നല്ലതാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇതുണ്ടല്ലേ, ഈ പച്ച കളറിലുള്ളതാണ് കിവി ഉണക്കിയത്. അതൊക്കെ ഇങ്ങനെ ഇവിടെ വിൽക്കുന്നുണ്ടായിരുന്നു. കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ബദാമുണ്ട്, അത് കുറേ സാധനമുണ്ട്. എന്തൊക്കെയാണ്, കുറേ ഇതിൻ്റെ ഒന്നും എനിക്ക് പേര് പോലും അറിയത്തില്ല. അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് ചെസ്നട്ട്, അത് ഇവിടെ ഉണ്ടായിരുന്നു. ഇതുണ്ടല്ലേ, കടലയാണ്. കടല ഇങ്ങനെ ആ ഡ്രയറിൽ വെച്ച് ഉണക്കിക്കൊണ്ടിരിക്കുന്നു. ഇവിടെ എല്ലാവരും ഇതുപോലെ ഒരു ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയകളൊക്കെ വളരെ നീറ്റ് ആൻഡ് ക്ലീനാണ്. ഇത് ചെമ്മീൻ ഉണക്കിയത്, അല്ലാത്ത മീൻ ഉണക്കിയത്, അങ്ങനെയൊക്കെയാണ് ഈ ഒരു ഷോപ്പിലുണ്ടായിരുന്നത്. 25 രൂപയാണ് ഈ മീനിന്. 25 RMB, അതായത് ഒരു 300 രൂപയോളം വില വരും. ഇത് നമ്മുടെ നാട്ടിലുള്ള നങ്കെന്നൊക്കെ പറയുന്ന മീനില്ലേ, ഞങ്ങളുടെ നാട്ടിലൊക്കെ നങ്കെന്നാണ് പറയുന്നത്. നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നതെന്നുള്ളത് എനിക്കറിയത്തില്ല. അപ്പം നിങ്ങൾ കമൻ്റ് ഇട്ടാൽ മതിയേ. അങ്ങനെ ഒരുപാട് മീൻ, പിന്നെ മുന്തിരി, അതൊക്കെ ആയിരുന്നു. മാങ്കോ ഉണക്കിയത്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇത് ഓട്സ് ആയിരുന്നു. അതുപോലെ തന്നെ ഇത് ആടിൻ്റെ പാലുണ്ടായിരുന്നു. ആടിൻ്റെ പാൽപ്പൊടി, ആട്ടുംപാലിൻ്റെ പൊടി കേട്ടോ, അതും ഉണ്ടായിരുന്നു കേട്ടോ. ഇവിടെയും കുറേ മീനുണ്ട്. ഇത് കടൽ മത്സ്യങ്ങൾ. അപ്പോൾ അതിനകത്ത് അധികമൊന്നും ഉണ്ടായിരുന്നില്ല. ആഗോലി ഉണ്ടായിരുന്നു, ചാള, നമ്മുടെ ഇതെന്ന് പറയില്ലേ, എന്തുവാ ഈ നീണ്ട മീനിന് എന്നാ നിങ്ങളുടെ നാട്ടിൽ പേര് പറയുന്നത്? ഞങ്ങളുടെ നാട്ടിൽ പാമ്പാടാന്നൊക്കെയാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ആ മോൻ എൻ്റെ അടുത്ത് മേടിച്ചോ എന്ന് പറയുകയാണ്. അപ്പോൾ എനിക്ക് വേണ്ടുന്ന മീനൊന്നും ഇതിൻ്റെ അകത്തില്ലായിരുന്നു. ഇപ്പുറത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കടലയൊക്കെ ഇല്ലേ, കടലമുട്ടായൊക്കെ ഇല്ലേ, അത് സെയിം അതുപോലെ തന്നെ. അതൊക്കെ ലൈവായിട്ട് അവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അങ്ങനെ മേടിക്കാം. അത് നമ്മുടെ നാട്ടിലെ കടലമുട്ടായുടെ തന്നെ സെയിം ടേസ്റ്റാണ്. പുള്ളിക്കാരത്തേക്ക് ഞാൻ ഇവിടെയൊക്കെ എല്ലാവർക്കും നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഒക്കെ സന്തോഷമുള്ളൂ കേട്ടോ. അതിൽ എത്ര ഹാപ്പി ആയിട്ടാണ് നമ്മളോട് ഹായ് ഒക്കെ പറയുന്നതെന്ന്. ഇവരൊക്കെ നല്ല മനുഷ്യരാണ്. നിങ്ങൾക്ക് തന്നെ എൻ്റെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഇവർ നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇവർക്ക് പ്രശ്നങ്ങളൊന്നുമില്ല, ഇവർ നമ്മുടെ അടുത്ത് എത്ര ഫ്രണ്ട്ലി ആയിട്ടാണ് പെരുമാറുന്നത് നിങ്ങൾ കണ്ടോ? അതുപോലെ തന്നെ നിങ്ങൾ നോക്കിക്കേ, ഈ സ്ഥലങ്ങളിലൊക്കെ ആൾക്കാർ വരുമ്പോൾ ഓരോ ആൾക്കാർ വന്നു പോയതിന് ശേഷവും ഈ സ്ട്രീറ്റൊക്കെ ഇങ്ങനെ വൃത്തിയാക്കിക്കൊണ്ടേയിരിക്കും. ക്ലീൻ സിറ്റിയാണ് ചൈന. ഇത് താറാവാണ്, അത് വേറൊരു തരത്തിൽ ഇങ്ങനെ റെഡിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഇവിടെയുണ്ട്, കുറേ ഉണ്ട്. ഇവിടെ ഉണക്കമീനൊക്കെയാണ്, ഈ ഒരു ഷോപ്പിൽ ഉണക്കമീനൊക്കെയാണ്. ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് സപ്പോർട്ടുണ്ട്. ഇവിടെ പിന്നെ നമ്മുടെ നാട്ടിലെ പോലെ ഒരുപാട് മീഡിയേറ്റർമാർ അങ്ങനെയൊന്നുമില്ല. ഇവരൊക്കെ എല്ലാ സാധനവും ഓൺലൈനായിട്ട് വിൽക്കുന്നു, അല്ലാണ്ട് ലൈവ് ചെയ്തിട്ട് അവരുടെ അടുത്തുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്നു. അങ്ങനെ തന്നെയാണ് ഇവരുടെ ഓരോ കച്ചവടങ്ങളും നടത്തുന്നത്. ഇതുണ്ടല്ലേ, ഇവിടെ കുറേ നട്ടുകളൊക്കെയാണ്, എല്ലാ തരത്തിലുള്ള നട്ട്സുകളുണ്ട്. ഇവിടെ ഞാൻ പോയപ്പോൾ മുഖത്തെ പാടുകളൊക്കെ മായ്ച്ചു തരുമെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇവരിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അവരെന്നെ പിടിച്ചിട്ട് മായ്ക്കാൻ വേണ്ടി കുറേ ട്രൈ ചെയ്തു. ഞാൻ പേടിച്ച് അവസാനം ഇവരുടെ അടുത്ത് നിന്ന് ഓടിക്കളഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് ചെയ്യുവേ വേണ്ടാന്നും പറഞ്ഞുകൊണ്ട്. നോക്കിയേ ആ മുഖത്തെ പാടുകളൊക്കെ. പല ആൾക്കാരും വയസ്സായിട്ടുള്ള ആൾക്കാരായിരുന്നു കേട്ടോ. ഇത് നോക്കിയാൽ നമ്മുടെ അടയ്ക്ക പോലെ നിങ്ങൾക്ക് തോന്നില്ലേ? വാൾനട്ടാണ് കേട്ടോ, അടക്കാച്ചാക്ക് പോലെ. ഇവിടെ കുറേ വാൾനട്ട് ഇതുപോലെ വെച്ചിട്ടുണ്ട്. ഇതവിടെ ഇരുന്നുകൊണ്ട് ഡ്രൈ ആയിക്കൊണ്ടേയിരിക്കുന്നു. ഇയാൾ വാൾനട്ടിൻ്റെ കച്ചവടക്കാരനാണ്. ഇവരുടെ നാട്ടിൽ ആണ് ഈ വാൾനട്ട് വിളയുന്നത്. അങ്ങനെ അവരിവിടെ കൊണ്ടുവന്നിട്ട് കച്ചവടം നടത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾക്കിവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ഇത് സോസേജുകൾ. പിന്നെ നിങ്ങൾക്കറിയാലോ, മേലെ ഈ കാണുന്നത് താറാവിൻ്റെ ഉണക്കിയത്. സോയാ സോസ് വെച്ചിട്ടാണ് താറാവുകൾ ഉണക്കുന്നത്. അവിടെ ഒരു സുന്ദരി പെണ്ണാണ് കച്ചവടക്കാരത്തിയായിട്ട് നിന്നത്. അപ്പോൾ പുള്ളിക്കാരത്തി പന്നിയുടെ മാംസവും ഇതുപോലെ ഉണക്കി വെച്ച് വിൽക്കുന്നുണ്ട്. ഇവിടെയും ഉണ്ട്. ഇതും പന്നി മാംസമാണ് കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത്. പുള്ളിക്കാരത്തി ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പം പുള്ളിക്കാരത്തിക്ക് ഭയങ്കര സന്തോഷമായി. പുള്ളിക്കാരത്തി ഹലോ ഒക്കെ പറഞ്ഞ്
പുള്ളിക്കാരത്തിയോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഭയങ്കര സുന്ദരിയായിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തി പറഞ്ഞു നിങ്ങളും സുന്ദരിയാണെന്നും പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തി പറയുമായിരുന്നു. ഇവരൊക്കെ ഭയങ്കര എനിക്കതാ ഭയങ്കര ചൈനയിലെ ഏറ്റവും ഭയങ്കര സന്തോഷം. കാരണം ഇവരൊക്കെ നല്ല ഫ്രണ്ട്ലിയാണ്, നല്ല രീതിയിൽ ഇവരൊക്കെ നമ്മുടെ അടുത്ത് പെരുമാറുന്നത്. ഇത് താറാവ് സോയാ സോസിൽ മുക്കി വെച്ചിട്ടുള്ളതാണ് കേട്ടോ. ഇത് ഇവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ഫുഡാണ്. എവിടെ പോയാലും നമുക്കിതൊന്നും നമുക്ക് കഴിക്കാൻ പറ്റൂലേ. ഇതൊക്കെ എല്ലാ സ്ഥലങ്ങളിൽ പോകുമ്പോഴും നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ചൈനയിലെ ഏത് തരത്തിലുള്ള കാഴ്ചകളാണ് ഇഷ്ടമെന്നുള്ളത് ഒന്ന് കമൻ്റായിട്ട് എഴുതുക. ഇതാണോ കൂവ? ഞാൻ വിചാരിച്ചു ഇത് കൂവയാണെന്ന്. അതിൻ്റെ പൊടി അവർ കലക്കിയിട്ട് എനിക്ക് തന്നപ്പം ഒരു കൂവയുടെ ഒരു ടേസ്റ്റ് പോലെ ഉണ്ട്. കപ്പ പൊടിച്ചതുപോലെയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് തന്നെയാണ് കൂവ എന്ന് എനിക്ക് തോന്നുന്നു. ഇതാണോ കൂവ? നിങ്ങൾക്കറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റായിട്ട് തന്നെ. ഇതാ കൂവ പൊടിച്ച് വെച്ചിരിക്കുന്ന കപ്പപ്പൊടി പോലെ ഉണ്ട്. ഇതൊക്കെ അവർ വെള്ളത്തിൽ കലക്കിയിട്ട് ഇങ്ങനെ എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. കുടിച്ച് നോക്കിയിട്ട് മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് പുള്ളിക്കാരത്തി എൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഫ്രഷ് ആയിട്ടുള്ള തേന് കണ്ടില്ലേ? തേൻ ഇതുപോലെ അവർ കൊണ്ടുവന്ന് വെച്ചിട്ട് അതും അവിടെ വിൽക്കുന്നുണ്ട്. 1000 രൂപ 1 ലിറ്ററിന്. അത്ര തന്നെ നമ്മുടെ നാട്ടിലും ഉണ്ടാവുമായിരിക്കും അല്ലേ? പക്ഷെ നല്ല ഫ്രഷ് ആയിട്ടുള്ള സാധനമാണ്. അവിടെ സാമ്പിളും വെച്ചിട്ടുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ ചൈന വിശേഷങ്ങൾ. കൂടുതൽ ചൈന വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.